ദേവൂട്ടിയമ്മേ വരൂ. ഗാന്ധിജിയുടെ വേഷത്തിൽ ആ സ്റ്റേജിൽ നമ്മുടെ പോലീസുകാർ വന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും മുമ്പ് നമ്മുടെ അപ്പുവിനെ നമുക്ക് കാണണ്ടേ? വേണ്ട, എനിക്ക് കാണണ്ട. മക്കളെ ദാമുവേ, നിന്റെ മോൻ നിന്റെ അടുത്തേക്ക് തന്നെ വന്നടാ. നിങ്ങൾ അച്ഛനും മോനും എന്നെ ആരുടെ അടുത്താക്കിയിട്ടാ പോയത്? എന്നെ കൂടെ വിളിക്കടാ ദാമുവേ. ഇതാ മാഷേ ഗാന്ധിന്റെ വടി. അപ്പു വീട്ടില് മറന്നു വെച്ചതാ. ഇതവന്റെ അടുത്ത് തന്നെ വെച്ചോളൂ. ഇതും കൊണ്ടവൻ പോട്ടെ. ഗാന്ധിന്റെ വേഷത്തിൽ തന്നെ അവൻ പോട്ടെ. പോലീസ് എത്തി. പോലീസിനോട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറയുന്നത് പപ്പ. പോലീസിനോട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറയണം പപ്പ. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല പപ്പ. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി. എനിക്ക് മാപ്പ് തരണം. ആ റിവോൾവറിൽ തിര വെച്ചത് ഞാനല്ല പപ്പ. മഴയെ സത്യമായും ഞാനല്ല. സാർ, ഇവിടെ എനിക്ക് നിൽക്കാനാവില്ല. എന്റെ മോന്റെ ഈ അവസ്ഥ എനിക്ക് കാണാനാവില്ല. നിയമം അതിന്റെ വഴിക്കേ സഞ്ചരിക്കാവൂ. സർക്കിൾ ഇൻസ്പെക്ടർ സക്കറിയുടെ മകന് വേണ്ടി അത് വഴിമാറി സഞ്ചരിക്കരുത്. ശ്യാം, സക്കറി എന്ന അച്ഛൻ മോനോടൊപ്പം ഉണ്ടാകും. നീ പേടിക്കണ്ട. നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നീ അറിയാതെ ആ തോക്കില് തിര നിറച്ചത്? ഞാനാണ് സാർ. ഞാൻ സിദ്ധാർത്ഥൻ, 10A പഠിക്കുന്നു. മേക്കപ്പ് റൂമിൽ വെച്ച് ശ്യാം ബുള്ളറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. റിവോൾവറിൽ തിര നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫോണിലെ ഗെയിമിന്റെ ഫൈനൽ സ്കോറിലേക്ക് എന്റെ ശ്രദ്ധ മാറി. നിറച്ച തിര മാറ്റാൻ ഞാൻ മറന്നു സാർ. അപ്പുനെ കൊന്നത് ഞാനാ മാഷേ. പോലീസിനോട് ഞാൻ പറയാം, ശ്യാമല്ല തെറ്റുകാരൻ, ഞാനാ സിദ്ധാർത്ഥൻ. അപ്പുനെ കൊന്നത് ഞാനാ. വിളയിച്ച സ്വപ്നങ്ങൾ എല്ലാം എടുക്കുവാൻ വളയിട്ട കയ്യാൽ വരുമ്പോൾ, സ്വർണ്ണ വളയിട്ട കയ്യാൽ വരുമ്പോൾ, വിധി എന്ന വാക്കിൽ തല ചായ്ച്ചുറങ്ങുവാൻ ഒഴുകുന്ന കണ്ണീര് മാത്രം ബാക്കി, പുഴ പോലെ കണ്ണീരു മാത്രം. സിദ്ധാർത്ഥ, നിനക്ക് ഈ നാടകത്തില് വേഷം കുറവെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നല്ലൊരു വേഷം കിട്ടിയില്ലേ നിനക്ക്? നിങ്ങൾക്ക് നല്ലൊരു നാടകവും
ഒരു വിലാപയാത്രയ്ക്ക് തയ്യാറാവുക. അശ്രദ്ധയുടെ കഥ പറഞ്ഞ് ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു.